ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മി മിക്സ് ആൽഫ എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇമേജസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് മി മിക്സ് ആൽഫ. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 7.92 ഇഞ്ചാണ്. അതുപോലെ തന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് എഡ്ജസ് അടക്കം കംപ്ലീറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 180% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ അലുമിനിയം ഫ്രെയിമൊക്കെയാണ് സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൈറ്റാനിയം അലോയ് ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള ഒരു ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ MIUI 11 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റാം എന്ന് പറയുന്നത് 12 GB ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് 512 GB-യുമാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞ പോലെ നമുക്ക് ക്യാമറയിലും വലിയൊരു അപ്ഗ്രേഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് ഒരു 108 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ്. പിന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും ഒരു 20 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു സ്മാർട്ട് ഫോണിൽ സെപ്പറേറ്റ് സെൽഫി ക്യാമറ ഇല്ല. നമ്മുടെ മെയിൻ ക്യാമറ തന്നെയാണ് സെൽഫി ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ കൊണ്ടെടുക്കുന്ന സെൽഫി, അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4050 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 40 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ലഭിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മി മിക്സ് ആൽഫ എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. സോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സംശയമാണ്, നമുക്ക് ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ ഏത് സൈഡിലേക്കാണോ നോക്കുന്നത് ആ ഒരു സൈഡിലാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേ ഓൺ ആയി വരുന്നത്. മറ്റേ സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ഓഫ് ആയിരിക്കും. നമ്മൾ സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയും ഓൺ ആവും. അപ്പോൾ നമ്മുടെ മെയിൻ ഡിസ്പ്ലേ നമുക്ക് ഓഫ് ആവും. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. സോ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രൈസ് അതിനനുസരിച്ച് വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറാണ്. അതായത് ഈ വർഷം ലാസ്റ്റ് മന്ത് December 18th ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മി മിക്സ് ആൽഫ എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.